അടുത്ത 5 വർഷത്തിനുള്ളിൽ തെരുവുനായ്കൾ ഇല്ലാത്ത കേരളം യാഥാർത്ഥ്യമാകുമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. മൃഗസംരക്ഷണ വകുപ്പ് മുളിയാറിൽ ആരംഭിച്ച സംസ്ഥാനത്തെ 3ാമത്തെ ABC സെന്റർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. മൃഗക്ഷേമ നിയമങ്ങൾ കർശനമാകുന്ന കാലത്ത് ABC സെന്ററുകളുടെ പ്രവർത്തനങ്ങളിലൂടെ തെരുവുനായ്ക്കളുടെ ക്രമാതീതമായ വർധനവ് തടയുന്നതിന് സാധിക്കുമെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. മൃഗസംരക്ഷണ വകുപ്പ് മുളിയാറിൽ ആരംഭിച്ച സംസ്ഥാനത്തെ 3ാമത്തെ ABC സെന്റർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 2030ഓടുകൂടി തെരുവുനായ്ക്കളില്ലാത്ത കേരളം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമെന്നും അതിനുള്ള പ്രവർത്തനങ്ങൾക്ക് സർക്കാർ തലത്തിൽ നേതൃത്വം കൊടുക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 3.5 ലക്ഷത്തോളം തെരുവുനായ്ക്കൾ കേരളത്തിലുണ്ടെന്നും അവയുടെ ആക്രമണത്തിൽ കുഞ്ഞു ജീവനുകൾ പൊലിയുന്ന അവസ്ഥകൾ വേദനാജനകമാണെന്നും മന്ത്രി പറഞ്ഞു. 1.25 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ABCയുടെ പ്രവർത്തനത്തിൽ പങ്കാളികളായ ത്രിതല പഞ്ചായത്തുകളെ മന്ത്രി അനുമോദിച്ചു. എല്ലാ ദിവസവും പത്രമാധ്യമങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയും നാം കേട്ടുകൊണ്ടിരിക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങളെയും മുതിർന്നവരെയുമെല്ലാം അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നായ്ക്കൾ കളിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. നമ്മുടെ തൊട്ടടുത്ത ജില്ല കണ്ണൂർ ജില്ലയിൽ എപ്പോഴും ഓർക്കുന്നു. ഒരു കണ്ണു കാണാൻ പറ്റാത്ത, ചെവി കേൾക്കാൻ പറ്റാത്ത ഒരു കുഞ്ഞിനെ ഒട്ടേറെ നായ്ക്കൾ ചേർന്ന് കളിച്ചു കയറുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിലാണ്. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഒന്ന് വന്നത് നമ്മുടെ കൊല്ലം ജില്ലയിൽ ഏകദേശം 7-8 വയസ്സുള്ള ഒരു പെൺകുട്ടി വീട്ടിനടുത്ത് നിൽക്കുമ്പോൾ ചെറിയ മാലിന്യങ്ങൾ കൂട്ടിയിടുന്നിടത്ത് നിരന്തരം വരുന്ന നായ്ക്കൾ അതിന്റെ അമ്മയെ ഒട്ടിച്ചു വിട്ടതാണ് നായ്ക്കൾ. പക്ഷെ അത് തിരിഞ്ഞ് വീണ്ടും വന്ന് കുഞ്ഞിനെ കളിച്ചത് നാം കണ്ടതാണ്. ഉദുമ MLA അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ ആസിഫ് K യൂസഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ, കാസർഗോഡ് മുനിസിപ്പാലിറ്റി ചെയർമാൻ അബ്ബാസ് ബീഗം, പഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് AP ഉഷ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീതാകൃഷ്ണൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് SN സരിത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M മനു, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K ശകുന്തള, മുളിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മിനി, കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് അംഗം M കുഞ്ഞമ്പു നായർ, മുളിയാർ പഞ്ചായത്ത് അംഗം രമേശൻ മുതലപ്പാറ്, LSJD ജോയിന്റ് ഡയറക്ടർ G സുധാകരൻ, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ PK മനോജ് കുമാർ, വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P ബേബി ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.